അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുർസലാത്ത് 43, 44, 45 സൂക്തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുലു നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, വഷ്റബു നിങ്ങൾ കുടിച്ചു കൊള്ളുക, ഹനീഅൻ സംതൃപ്തിയോടെ, ബിമാ കുൻതും തഅ്മലൂൻ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലമായി, ഇന്നാ തീർച്ചയായും നാം, കദാലിക അപ്രകാരമാണ്, നജിസി നാം പ്രതിഫലം നൽകുന്നത്, അൽ മുഹ്സിനീൻ സുഹൃതവാന്മാർക്ക്, വൈലുൻ നാശമാണ്, യൗമൈദിൻ അന്ന് ലിൽ മുകദ്ദിബീൻ സത്യത്തെ തള്ളിപ്പറഞ്ഞവർക്ക്. ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന സ്വർഗത്തെക്കുറിച്ചാണ് മുൻ സൂക്തത്തിൽ പരാമർശിച്ചത്. ഇവിടെ നിങ്ങൾ സംതൃപ്തിയോടെ രുചികരമായി ഭക്ഷിച്ചു കൊള്ളുക എന്ന് അവരോട് പറയുകയാണ്. നിങ്ങളുടെ ഭക്ഷ്യവസ്തുക്കളെല്ലാം ഇവിടെ ഏറെ പ്രയോജനപ്രദമാണ്, രുചികരമാണ്, എല്ലാതരം വഞ്ചനകളിൽ നിന്നും മായങ്ങളിൽ നിന്നും മുക്തമാണ്, ആരോഗ്യദായകമാണ്. ബിമാ കുൻതും തഅ്മലൂൻ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലമായാണ് നിങ്ങൾക്ക് ഇതെല്ലാം ലഭിച്ചിരിക്കുന്നത്. ഭൂമിയിൽ നിങ്ങൾക്ക് എന്തെല്ലാം ലഭിച്ചുവോ അതിൻ്റെ എല്ലാം നന്ദി നിങ്ങൾ അവിടെ പ്രകടിപ്പിച്ചു. അതിനാൽ ഇവിടെ ഭൂമിയിൽ ഒരിക്കലും ലഭിക്കാത്ത ഏറ്റവും മഹത്തായ ഭക്ഷണ വിഭവങ്ങൾ ലഭിക്കുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവോട് നന്ദികേട് കാണിച്ചവരാകട്ടെ, അവർക്ക് ഭൂമിയിൽ ഭക്ഷിച്ചതും കുടിച്ചതും മാത്രമേയുള്ളൂ. അതൊന്നും ഒരു പ്രയോജനവും ചെയ്തില്ല. കാരണം ആ ഭക്ഷ്യവിഭവങ്ങളുടെ ബാധ്യത അവർ നിർവഹിച്ചില്ല. അവർ അതിൻ്റെ പേരിൽ അള്ളാഹുവോട് നന്ദി കാണിച്ചില്ല എന്നതാണ്. ഇന്നാ കദാലിക നജിസിൽ മുഹ്സിനീൻ എന്നത് കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ എന്നതിൻ്റെ നേരെ വിപരീതമായി പറഞ്ഞതാണ്. ശിക്ഷയെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഇതേ അധ്യായത്തിൽ കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ ഇപ്രകാരമാണ് നാം കുറ്റവാളികളോട് പെരുമാറുക, പ്രവർത്തിക്കുക എന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ സുഹൃതവാന്മാർക്ക്, സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്നത് ഇപ്രകാരമുള്ള പ്രതിഫലമാണ്. ആഗ്രഹിച്ചതെല്ലാം നേടുന്ന അസുലഭ സൗഭാഗ്യങ്ങളുടെ നിത്യഗേഹമായ സ്വർഗം. വൈലു യൗമ ഇദിൽ മുകദ്ദിബീൻ അന്ന് സത്യത്തെ തള്ളിപ്പറഞ്ഞവർക്കല്ലോ മഹാനാശം. അവർ നരകത്തിൽ അനുഭവിക്കുന്ന ശിക്ഷകൾക്ക് പുറമെ മാനസികമായ വലിയൊരു ശിക്ഷയും അവർ അനുഭവിക്കും. ആരെയാണോ അവർ വിഡ്ഢികളെന്നും വിവരദോഷികളെന്നും പറഞ്ഞ് അധിക്ഷേപിച്ചത്, ആ വിഭാഗം സ്വർഗത്തിൽ ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ആരായിരുന്നു ശരിയുടെ നേരിൻ്റെ പാതയിലെന്ന് ഈ സത്യനിഷേധികൾക്ക് മനസ്സിലാകും. അവർക്ക് സർവനാശം എല്ലാ അർത്ഥത്തിലും അങ്ങനെ അനുഭവിക്കേണ്ടി വരും. ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 4 അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക. ഹ ഹ ذال ذال زاي زاي عين عين ഹനീ അംബിമ തൻവീനിന് ശേഷം ബാ വന്നിരിക്കുന്നു. സുക്കൂനുള്ള നൂനിനോ തൻവീനോ ശേഷം ബാ വന്നാൽ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ ഉച്ചാരണത്തിൽ മാത്രം മീമാക്കി മാറ്റിമറിച്ച് മണിച്ച് ഓതണം. ഈ നിയമത്തിൻ്റെ പേര് ഇഖ്ലാബ് എന്നാണ്. ഇഖ്ലാബിന് ഒറ്റ അക്ഷരമേ ഉള്ളൂ, അത് ബാ ആണ്. കുന്തും സുക്കൂണ നൂന് ശേഷം താ വന്നിരിക്കുന്നു, മറച്ച് മണിക്കുക, ഇഖ്ഫാ. ഇന്ന നൂന് ഇരട്ടിച്ച് വന്നു, മണിച്ച് അഥവാ രാഗത്തോടെ ഓതുക. വൈലുയ്യ ലാമിന് തൻവീൻ ശേഷം യാ കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതുക, ഇദ്ഗാം ബിഗുന്ന. യൗമ ഇദിൽ മുകദ്ദിബീൻ ദാലിന് തൻവീൻ ശേഷം ലാമ് കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതുക, ഇദ്ഗാം ബിലാ ഗുന്ന. കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ. കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ. ഇന്നാ കദാലിക നജിസിൽ മുഹ്സിനീൻ. ويل يومئذ للمكذبين. ويل يومئذ للمكذبين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിക്കപ്പെട്ട മുഹ്സിനീങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.